ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ ഞാനും അതും കൂടെ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നേരെ അച്ഛൻ്റെ അമ്മയും റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ജനലും കാര്യങ്ങളൊന്നും തുറക്കാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വലയൊക്കെ അടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ വാരി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ വരും. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തീരുന്നുണ്ട്. നേരെ എന്തായാലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കപ്പിന് മെഡിക്കലിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ പെട്ടെന്ന് എന്നെ വലയൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി. പിന്നെ അതും എന്നെ സഹായിക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ മൊത്തത്തിലൊക്കെ ചവറും കാര്യങ്ങളൊക്കെ അതൊക്കെ മൊത്തത്തിൽ തൂത്ത് വരി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടിലൊക്കെ തട്ടിക്കുടഞ്ഞ് പിന്നെ അവിടെ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്നതിന് മുന്നേ ഒരു ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അതും ഞാനും കൂടെ അതെല്ലാം മൊത്തം സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് അവർ പോയിട്ട് 33 ദിവസമായി കേട്ടോ. ഞാൻ കാണിച്ച് ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം റിസൾട്ടൊക്കെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് എന്തായാലും അവിടെ കിടത്തി ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ കിടത്തിയാണ് കേട്ടോ. ഇത്രയും ദിവസമാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ അവിടെ എല്ലാം ഒതുക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് മേശപ്പുറത്തിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പരന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ വലയൊക്കെ അടിച്ചിട്ട് മൊത്തത്തിലിരുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നും മാറ്റിയൊന്നും വെക്കുന്നില്ല. ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതാണെന്നൊക്കെ ഒന്ന് അലങ്കോലമായിട്ട് ഇരിക്കുന്നതെല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കുന്നതേ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഓരോ സാധനങ്ങൾ ആവശ്യമുള്ളതാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് അവിടെയൊക്കെ മൊത്തത്തിലൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അവിടെ തന്നെ വൃത്തിയാക്കി വലയൊക്കെ ഇടിച്ച് ഉള്ളത് സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ റൂമിൽ അങ്ങനെ ആരും കയറാത്തതുകൊണ്ട് അവിടെ തന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ മൊത്തത്തിലൊക്കെ വൃത്തിയാക്കി. പിന്നെ നല്ല ചെറിയൊരു മേശ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവിടെ അതൊന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇട്ടൊക്കെ തേക്കുന്നതല്ലേ, പിന്നെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കയറിയിരുന്നാലെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ബാക്കി മൊത്തത്തിലൊന്ന് തൂത്ത് വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ തൂത്തും കൂടെ വാരി കഴിഞ്ഞാൽ റൂമിൽ മൊത്തത്തിലങ്ങ് ക്ലീൻ ആവും കേട്ടോ. പിന്നെ ബാക്കി ലാസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ ഉണ്ടായിരിക്കുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വിരിച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അവിടെ മൊത്തവും തൂത്തുവാരി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ടുണ്ട്. ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടപ്പോൾ പിന്നെ നല്ല ഒരു വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയപ്പം ഒരു ഉണർവ് വന്ന പോലെ കേട്ടോ റൂമിൽ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ റൂമിലോട്ട് പോയി കേട്ടോ. അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം മൊത്തത്തിലൊക്കെ വലയൊക്കെ അടിച്ചൊക്കെ തൂത്തൊക്കെ വാരി കേട്ടോ. പിന്നെ അവിടെ എന്നും തൂക്കും, പക്ഷേ എന്നാലും വലയൊക്കെ അടിക്കുന്നത് കുറച്ച് എന്തെങ്കിലും നീണ്ട ടൈമൊക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെയും വലയും കാര്യങ്ങളൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കാമെന്ന്. പിന്നെ കഴുകാനുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിച്ചത് നമ്മളെ റൂം മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായ സമയത്ത് ഞാനും അതും കൂടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചനാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ടു, അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ.